നമസ്തേ. ജ്യോതിശാസ്ത്രപ്രകാരം 27 നക്ഷത്രങ്ങളുണ്ട്. ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ നക്ഷത്രദേവന്മാരുണ്ട്. അശ്വതി മുതൽ എണ്ണുമ്പോൾ 9ാമത്തെ നക്ഷത്രമായ ആയില്യം നക്ഷത്രം സർപ്പദേവതകൾക്ക് വളരെ പ്രാധാന്യമുള്ള നക്ഷത്രമാണ്. ആയില്യം നക്ഷത്ര ദിവസം രാവിലെ സർപ്പക്കാവുകളിലും സർപ്പക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് സർപ്പദോഷ ശമനത്തിന് ഉത്തമമാണ്. കന്നിമാസത്തിലെ ആയില്യം നക്ഷത്രമാണ് നാഗങ്ങളുടെ തിരുനാൾ. പ്രത്യക്ഷ ദൈവമായ നാഗദേവതകളെ ആരാധനയിലൂടെ പ്രീതിപ്പെടുത്തി ധനലാഭം, സന്താന സൗഭാഗ്യം, ദാമ്പത്തിക സുഖം, ത്വക്ക് രോഗശമനം, ഗർഭാശയ രോഗമുക്തി, മാനസിക ശാരീരിക ആരോഗ്യവർദ്ധനവ്, ദീർഘായുസ്, വിദ്യാ അഭിവൃദ്ധി തുടങ്ങിയ എല്ലാവിധ ഐശ്വര്യങ്ങളും കൈവരിക്കുവാൻ കന്നിമാസത്തിലെ ആയില്യം നക്ഷത്ര ദിവസം ശ്രേഷ്ഠമാണ്. ഈ ദിവസം നാഗപൂജകളും വഴിപാടുകളും നടത്തി സർപ്പപ്രീതി നേടുവാൻ സഹായകരമായ നിരവധി ക്ഷേത്രങ്ങളുണ്ട്. ഇതിൽ പ്രധാനം നാഗരാജ ക്ഷേത്രങ്ങളിൽ മൂലസ്ഥാനമായി കരുതുന്ന വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രമാണ്. പരശുരാമനാണ് ഇവിടെ നാഗപ്രതിഷ്ഠ ചെയ്തതെന്നും ഭൂമിയിൽ ആദ്യമായി നാഗരാജ പ്രതിഷ്ഠ നടന്നത് ഇവിടെയാണെന്നുമാണ് വിശ്വാസം. ഈ പ്രതിഷ്ഠ നടന്നത് കന്നിയിലെ ആയില്യം നക്ഷത്ര ദിവസമായിരുന്നു. അനന്തൻ വെട്ടിക്കോട്ട് പ്രത്യക്ഷപ്പെട്ടത് കന്നിമാസത്തിലെ ആയില്യം നക്ഷത്രത്തിലാണെന്നാണ് സങ്കല്പം. അതിനാൽ കന്നിമാസത്തിലെ ആയില്യം വെട്ടിക്കോട്ട് നാഗരാജാവിൻ്റെ തിരുനാളായി കരുതുന്നു. അതുകൊണ്ടാണ് കന്നിയിലെ നാഗാരാധനയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠം. വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിൽ അനന്തനും നാഗയക്ഷിയുമാണ് പ്രധാന ദേവതകൾ. കന്നിയിലെ പൂയം നക്ഷത്ര ദിവസവും വളരെ വിശേഷമാണ്. അന്ന് നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും ദീപാരാധന ദർശിക്കുന്നത് ഭാഗ്യമാണ്. ഈ ദീപാരാധന കണ്ട് തൊഴുതാൽ മിക്ക നാഗദോഷങ്ങളും ശമിക്കും. ആയില്യം നക്ഷത്രത്തിൽ അതിരാവിലെ വെട്ടിക്കോട്ട് നട തുറക്കുകയും തുടർന്ന് നിർമ്മാല്യ ദർശനം, സർപ്പദോഷ ശാന്തിക്ക് ഈ ദർശനം അതീവ ശ്രേഷ്ഠമാണ്. അതുകഴിഞ്ഞാൽ മറ്റ് ക്ഷേത്രാചാരങ്ങൾ ആരംഭിക്കുകയും ഉച്ചകഴിഞ്ഞ് സർവാലങ്കാര വിഭൂഷിതനായ നാഗരാജാവിനെ വിവിധ വാദ്യങ്ങളോടും സ്തുതികളോടും കൂടി ക്ഷേത്രത്തിന് വലം വെച്ച് ഇല്ലത്തേക്ക് എഴുന്നള്ളിക്കും. ഇല്ലത്ത് എത്തുന്ന നാഗരാജാവിനെ നാലുകെട്ടിനകത്ത് എഴുന്നള്ളിച്ചിരുത്തി പൂജ കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ച് പുള്ളുവന്മാരുടെ സ്തുതിഗീതങ്ങളോടെ അകത്തേക്ക് എഴുന്നള്ളിക്കും. ഈ എഴുന്നള്ളത്ത് ദർശനം രാഹുർ ദോഷ ശമനത്തിന് അതീവ വിശേഷമാണ്. ഇത് സർപ്പവിഷബാധ അകറ്റുമെന്നാണ് വിശ്വാസം. അന്ന് സന്ധ്യയോടെ വളരെ വിശേഷമായ സർപ്പബലി നടക്കും. മകം നക്ഷത്ര ദിവസം പുലർച്ചെ നട തുറന്ന് പുണ്യാകശുദ്ധി ക്രിയകളോടെ ചടങ്ങുകൾ തുടങ്ങും. ഇളനീരഭിഷേകവും മറ്റും നടത്തി ആയില്യ ചടങ്ങുകൾ പൂർത്തിയാക്കും. വെട്ടിക്കോട്ട് നാഗരാജ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ആടിയ എണ്ണ ത്വക്ക് രോഗങ്ങൾക്കും മറ്റ് മാറാരോഗങ്ങൾക്കും സിദ്ധ ഔഷധമാണ്. ഈ ക്ഷേത്രത്തിൽ ഭജനമിരുന്നാൽ സർപ്പശാപദോഷങ്ങൾ പൂർണ്ണമായും അകലും. കന്നിമാസത്തിലെ പോലെ തന്നെ തുലാമാസത്തിലും പൂയം, ആയില്യം നക്ഷത്ര ദിവസങ്ങളിലും വെട്ടിക്കോട് പ്രധാനമാണ്.